അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ മസ്ജിദ് ഖിബ്ലത്തൈൻ്റെ മുറ്റത്താണുള്ളത്. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ ചുരുക്കി പറഞ്ഞു അല്ലേ. ഹിജ്റ 16 മാസങ്ങളോളം തന്നെയും അതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെയാണ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റസൂലുള്ളാഹിൻ്റെ ആഗ്രഹപ്രകാരം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞ് നമസ്കരിക്കാൻ അനുമതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്താ പറയുക, മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ തൊട്ട് പിന്നിൽ പുരുഷന്മാരുണ്ട്, അതിൻ്റെ മുന്നിൽ കുട്ടികളുണ്ട്, അതിന് മുന്നിൽ സ്ത്രീകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നിന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ഒന്നും പറഞ്ഞിട്ടില്ല. നമസ്കാരം തന്നെ അവിടെ മിണ്ടാൻ പാടുണ്ടോ? ഒന്നും വേണ്ടിയിട്ടില്ല. മിണ്ടാതെ തന്നെ തിരിഞ്ഞ് നിന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ നടുവിൽ വഴി ഉണ്ടാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ എതിർദിശയിലേക്ക് പോയി നിന്നു. അപ്പോൾ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന പുരുഷന്മാരെ ഏറ്റവും ബാക്കിലായി അല്ലേ. പുരുഷന്മാർ ആ വഴിയിലൂടെ തന്നെ മുന്നിലേക്ക് പോവുകയും സ്ത്രീകൾ പിന്നിലേക്ക് വശങ്ങളിലൂടെ മാറിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് അതിൻ്റെ ചരിത്രം. ഇതിലൊരു നമുക്കുള്ള ഗുണപാഠം, ഇതിലൊരു കേഡർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോഴൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കണം, ഇന്ന സ്ഥലത്ത് കൂടെ വരണം എന്ന് നമ്മൾ അടയാളങ്ങൾ പറയാം. കാര്യം ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും പറഞ്ഞാലും, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാത്ത നമ്മളെ മാത്രമല്ല ഉമ്മത്തിൻ്റെ ഒരു അവസ്ഥ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ കൃത്യമായി വഴി കാണിച്ചാൽ പോലും പറഞ്ഞു കൊടുത്താലും എഴുതി കൊടുത്താലും എന്ത് ചെയ്താലും മനസ്സിലാകാത്ത അവസ്ഥയിൽ ആണ്. ഒന്നും പറയാതെ ശരീരഭാഷയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കി അവരത് അനുസരിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ പാടുണ്ട്. ഖിബ്ല മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ കാണാൻ പറ്റും. അതിലുള്ള ഒരു ആയത്ത് അവിടുത്തെ മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെ കയ്യിൽ ചോദ്യമാണിത്. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനു അലൈഹ. ഇവർ ആദ്യം ഉണ്ടായിരുന്ന ഖിബ്ലയ്ക്ക് ഇപ്പോൾ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു? എന്തിനാ ഇപ്പോൾ ഖിബ്ല മാറ്റിയത് അല്ലേ? എന്തോ മാറ്റം വന്നു കഴിഞ്ഞാലും ഇതെന്തിനാ ഇപ്പോൾ മാറ്റിയതെന്ന് ചോദിക്കും. മാറ്റിയാലും കുറ്റം, മാറ്റിയില്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞ പോലെയാണ്. മിണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പ്രയോഗമുണ്ട്. അതേപോലെ എന്തിനാണ് ഇവർ ഖിബ്ല മാറ്റിയത്? എന്തിനാണ് ഖിബ്ല മാറ്റിയത്? അതിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. റസൂലുള്ളാഹിൻ്റെ ആ ഇഷ്ടത്തിന് മുന്നിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഷ്ടത്തിന് മുന്നിൽ പല കാരണങ്ങളുണ്ട്. പല സാമൂഹികമായിട്ടുള്ള അവിടുത്തെ പശ്ചാത്തലങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഇസ്ഹാഖ് പാരമ്പര്യത്തിലൂടെയാണ് ലോകത്ത് അന്ന് മേൽക്കോയ്മയുള്ളത്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ, യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കൾ, അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയും ജൂദായിസും ഒക്കെ ഉണ്ടായി പോയിട്ടുള്ളത്. ഇപ്പുറത്തെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൽ അതിന് ലോകത്ത് അങ്ങനെ ഒരു മേൽക്കോയ്മയില്ല. അപ്പോൾ ഇസ്മായിലി പാരമ്പര്യത്തിൽ ഈ ഒരു ലോകത്തിനൊരു ആധിപത്യവും മേൽക്കോയ്മയും നേതൃത്വവും വരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് മുഫസ്സിറുകൾ ശരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതല്ല, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതിയോടെ കുറിച്ച് ചെയ്യാന്നുള്ളതാണ്. ആദ്യം ചെയ്തതും ചിലത് നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തില്ലേ ഇപ്പം എന്തെങ്ങനെയാന്നുള്ള ചോദ്യത്തിന് അർത്ഥമല്ല. ആദ്യം ചെയ്യുന്നതായാലും ഇപ്പം ചെയ്യുന്നതായാലും അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാവുക എന്നുള്ളതാണ് അല്ലേ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് സൂറത്ത് ബഖറയിൽ തന്നെ 176 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ കിഴക്കോട്ട് തിരിയാന്നുള്ളതും അല്ല പുണ്യം, പടിഞ്ഞാറോട്ട് തിരിയാന്നുള്ളതല്ല. ഇപ്പം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പടിഞ്ഞാറോട്ട് തിരിയാൻ, അല്ലെങ്കിൽ ഖിബലയ്ക്ക് നേരെ തിരിയാൻ, മക്കയ്ക്ക് നേരെ തിരിയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിയുന്നു. യഥാർത്ഥത്തിൽ പുണ്യം കിടക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്, അല്ലാണ്ട് കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടോ എന്നുള്ളതല്ല പ്രാധാന്യം. എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് പുണ്യം എന്നുള്ളത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ വൽ മലായിക വൽ കിതാബ് വൻ നബിയീൻ. ഈ ഈമാൻ കാര്യങ്ങൾക്കാണല്ലോ, അത് നമ്മൾ ശരിയായി മനസ്സിലാക്കി വിശ്വസിക്കണം. ഒന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഈമാനുണ്ട് തഖ്വയുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കാണുകയും വേണം. എന്നിട്ട് പറയുക ആതൽ മാൽ അല ഹുബ്ബി. പണത്തോട് നമുക്ക് വലിയ ഇഷ്ടമുണ്ട് എങ്കിലും ഇഷ്ടത്തോടു കൂടി പണം കൊടുക്കാൻ കഴിയണം. നമ്മൾ നിസ്കരിക്കാൻ വലിയ ചിലവുണ്ടോ? ഒരു ചിലവില്ല. അപ്പോൾ ഉംറയ്ക്ക് കുറച്ച് ചിലവുണ്ടെന്ന് പറയാം. എന്നാലും പൈസ ചിലവാക്കിയിട്ടുള്ള ദീനൊന്നും അധികം പേർക്കും താല്പര്യമില്ല. ആതൽ മാൽ അല ഹുബ്ബി ദവിൽ ഖുർബ. ബന്ധുക്കൾക്ക് പണം കൊടുക്കാൻ പറ്റണം. വൽ യതാമ യതീം മക്കൾക്ക്, വൽ മസാകീൻ വബിനസ് സബീൽ വസ്സായിലീൻ വഫിർ റിഖാബ്. ഇങ്ങനെ അള്ളാഹു സക്കാത്ത് ചെലവഴിക്കാൻ പറഞ്ഞ അത്തരം മേഖലകളിലൊക്കെ കൊടുക്കാനുള്ള മനസ്സാധ്യതയുണ്ടെങ്കിൽ അതിലാണ് ബിർറ്. അതും കൂടി ഉണ്ടാകുമ്പോഴേ ബിർറ് പൂർണ്ണമാവുന്നുള്ളതല്ല. അല്ലാണ്ട് നമസ്കരിക്കുമ്പോൾ ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞു പടിഞ്ഞാറോട്ട് തിരിഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബിർറ് പുണ്യം കിട്ടില്ല. ആ പുണ്യത്തിൻ്റെ ഘടകങ്ങൾ വേറെയുമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സക്കാത്ത് കൊടുക്കണം. നമ്മൾ ഹലാലായ പൈസ കൊണ്ട് മാത്രമേ ഉംറയ്ക്ക് ചെയ്യാൻ പാടുള്ളൂ, ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ സക്കാത്ത് നമ്മളിൽ എത്ര പേർ നമ്മുടെ നിസാബ് നോക്കി കണക്കാക്കി നിശ്ചയ പ്രകാരം കൊടുക്കുന്നവരുണ്ടെന്നുള്ള ചോദ്യം നമ്മൾ മനസ്സാക്ഷിയോട് ചോദിക്കുക. സക്കാത്ത് കൊടുക്കണം. വൽ മൂഫൂന ബി അഹ്ദിഹിം. വാക്ക് പാലിക്കണം, കരാറ് പാലിക്കണം.
വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ വാക്ക് പാലിക്കില്ല, നമസ്കാരം ഭയങ്കരമാണ്, നോമ്പ് കൃത്യമാണ്, ചിലപ്പോൾ ഉംറയും ഹജ്ജൊക്കെ ചെയ്യുന്നുണ്ട്, വാക്ക് പാലിക്കുന്നില്ല. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്നുണ്ടോന്നല്ലോ. വസ്വാബിരീൻ ഫിൽ ബഅ്സാഇ വദ്ദറാ, പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ സബർ കൈക്കൊള്ളുക. ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് നിങ്ങൾ പുണ്യവാന്മാരായി തീരുക, നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ അർഹതയുണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു. ഉലായിക്കല്ലദീന സദഖു, ഇങ്ങനെ ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് അവർ സത്യവാന്മാരായി തീരുന്നത്. വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ദീനിൻ്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുവാൻ, നമ്മൾ കിഴക്കോട്ട് തിരിയുക പടിഞ്ഞാറോട്ട് തിരിയുക എന്നുള്ളത് മാത്രമല്ല, അതിൽ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനോടുള്ള വിധേയത്വം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്, ഇത്തിബാ ചെയ്യുക എന്നുള്ള ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ, അതെല്ലാ കാര്യത്തിലും, അത് ആരാധനാ രംഗത്ത് മാത്രമല്ല, ആത്മീയം എന്ന് പറഞ്ഞിട്ട് രംഗത്ത് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെയും റസൂലിനെയും അനുസരിക്കുമ്പോഴാണ്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴാണ് നമ്മൾ മുത്തക്കികളാകാൻ പറ്റുക, ബിർറ് നമുക്കുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെയുള്ള മുത്തക്കികളിൽ, സ്വാബിരീങ്ങളിൽ, പുണ്യം കിട്ടുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. What do you do?